നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അത് പ്രാപിച്ചെടുക്കുക അല്ലെങ്കിൽ അത് നേടുക എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന സമയങ്ങളാണ്, നിമിഷങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. സ്തോത്രം. 2 കാര്യങ്ങളാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവാലോചനയായി ദൈവം തന്നോട് സംസാരിച്ച ദൈവവചനം എന്ന നിലയിൽ ഇവിടെ പറയുവാൻ കഴിയുന്ന വാക്ക് ഇതാണ്: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ലഭിക്കണമെന്ന് നമ്മളേറെ കാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ സന്തോഷമാണ്. അത് തരാം എന്ന് ദൈവം നമ്മോട് പറയുന്നത്, നാം അറിയുന്നത് ഏറെ സന്തോഷമാണ്. അതുതന്നെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഒരുപക്ഷെ ഈ മനുഷ്യായുസ്സിൽ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. അതിനേറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നൊരു ദൈവം, നമ്മുടെ നല്ല താല്പര്യങ്ങളെ നമുക്ക് തരുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നാം എത്രത്തോളം ദൈവസന്നിധിയിൽ നന്ദിയും സ്നേഹവുമുള്ളവരായിരിക്കണമെന്നത് വളരെ ശക്തമായ ഒരറിവ് തന്നെയാണ്. ഒരു പകലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനോട് ഒരു പുതിയ ദിവസത്തിൽ കാണുവാൻ, ഒരു പുതിയ ദിവസം നമുക്ക് ലഭിച്ചതിൽ നാം എത്രത്തോളം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങളിൽ ഏറെ ധന്യ നിമിഷമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നമുക്ക് ലഭിക്കുമ്പോൾ, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ, നല്ല നല്ല താല്പര്യങ്ങളെ, നല്ല ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ, അതിനൊത്തവണ്ണം നാം വളരെ നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഈ മനുഷ്യായുസ്സിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സകല കൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.